ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കം. ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, വള്ളസദ്യ കൊടുത്തു തുടങ്ങിയോ? വള്ളസദ്യ കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. കൃത്യം 12 മണിക്ക് തന്നെ വള്ളസദ്യയുടെ ആചാരങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. കൃത്യം 12 മണിയോടുകൂടി തന്നെ ഇലയിൽ സദ്യ വിളമ്പി ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിരുന്ന സ്ഥലത്ത് സദ്യ വിളമ്പി ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരനാണ് ഈ വള്ളസദ്യയ്ക്ക് ഉദ്ഘാടനം വഹിച്ചത്. അതോടൊപ്പം തന്നെ ഭക്തി നിർഭരമായി എല്ലാവിധമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളോടും കൂടിയിട്ടാണ് ഈ വർഷത്തെ വള്ളസദ്യയ്ക്ക് ഇവിടെ തുടക്കമായിരിക്കുന്നത്. നമ്മൾക്ക് ഈ ക്ഷേത്ര പരിസരങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒട്ടനവധി ഭക്തജനങ്ങളാണ് വന്നിരിക്കുന്നത്. ഒപ്പം ഇന്ന് പള്ളിയോടങ്ങളുടെ വഴിപാട് വള്ളസദ്യകളാണ് നടക്കുക. ഈ 10 വള്ളങ്ങളുടെയും ആളുകൾ, പള്ളിയോടങ്ങളുടെയും ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തോടു കൂടിയിട്ടാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഓരോരോ പള്ളിയോടങ്ങളായി. ഇന്നിപ്പോൾ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ഈ വള്ളസദ്യയ്ക്ക് ഇവിടെ തുടക്കം കുറിച്ചത്. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി ക്ഷേത്രത്തിലെ വിളക്കിൽ നിന്നും വിളക്ക് അഗ്നി പകർന്നു നൽകി. ആ അഗ്നി ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന വിളക്കിൽ പള്ളിയോട സേവാ സംഘം വിളക്കിൽ കൊളുത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ അവിടെ സ്ഥാപിച്ചിരുന്ന ഇലയിൽ വിഭവങ്ങൾ വിളമ്പി തുടങ്ങിയത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 69 വിഭവങ്ങളാണ് ഈ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് വിളമ്പുന്നത്. അതിൽ 44 എണ്ണം ഈ വള്ളസദ്യ ഇലയിൽ നേരിട്ട് വിളമ്പുന്നതാണ്. ബാക്കിയുള്ളവ ശ്ലോകം ചൊല്ലുന്നതിനനുസരിച്ചിട്ടാണ് ഈ വള്ളസദ്യക്ക് വിളമ്പുന്നത്. അത് തന്നെയാണ് ഈ വള്ളസദ്യയുടെ ഒരു മനോഹാരിതയും എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കെ മുരളീധരൻ അടക്കമുള്ളവർ വള്ളസദ്യക്ക് വേണ്ടിയിട്ട് ഇവിടേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്താണ് അവരുൾപ്പെടെ എല്ലാവരും വള്ളസദ്യക്കായിട്ട് പ്രവേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം വലിയ തിരക്ക് തന്നെയാണ്. വള്ളസദ്യ കഴിക്കാൻ വേണ്ടി അവിടെ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും തുടക്കമായിരിക്കുകയാണ് വള്ളസദ്യ.